ലോകമാങ്കം ധീരവാരിധിയിൽ വിശ്വാസക്കപ്പലിലോടിയിട്ട് നിത്യ വീടുന്നുണ്ടവിടെ എത്തി കർത്തനോടു കൂടെ സുഭാഷിതം. യിരെമ്യാ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ജാതികളുടെ വഴി പഠിക്കരുത്, ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കരുത്, ജാതികളല്ലോ അവ കണ്ട് ഭ്രമിക്കുന്നത്. Thus says the Lord, do not learn the way of the Gentiles, do not dismayed at the signs of heaven, for the Gentiles are dismayed at them. ഇസ്രയേൽ ഗ്രഹത്തോടാണ് ഈ വാക്കുകൾ പറയുന്നതെന്ന് 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ഇസ്രയേൽ ഗ്രഹമേ, യഹോവ നിങ്ങളോട് അരുളി ചെയ്യുന്ന വചനം കേൾപ്പീൻ. നാം വായിച്ച വാക്യങ്ങളിൽ നിന്ന് 2 കൂട്ടരെ കാണുവാൻ കഴിയും, ഇസ്രായേലും ജാതികളും. അബ്രഹാമിന്റെ സന്തതി പരമ്പരകളിൽ വരുന്നവരാണ് ഇസ്രയേൽ ഗ്രഹം അഥവാ യഹൂദന്മാർ. യഹൂദന്മാരല്ലാത്ത എല്ലാവരും വേദപുസ്തക ഭാഷയിൽ ജാതികളാകുന്നു. ജാതികൾ എന്ന് പറഞ്ഞിരിക്കുന്ന മൂലഭാഷയിൽ രാഷ്ട്രങ്ങൾ എന്നും അർത്ഥമുണ്ട്. ചില ട്രാൻസ്ലേഷനുകളിൽ ജാതികൾ എന്ന പദത്തിന് പകരം നേഷൻസ് എന്നെഴുതിയിട്ടുണ്ട്. ഏകദൈവ വിശ്വാസികളാണ് യഹൂദന്മാർ. യഹൂദന്മാരല്ലാത്ത എല്ലാവരും ജാതികളായിരിക്കുമ്പോൾ അവർക്ക് വിവിധ ദൈവങ്ങളും ദേവന്മാരും ഉണ്ടായിരുന്നു. 10-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, ജാതികളുടെ ചട്ടങ്ങൾ മിഥ്യാമൂർത്തിയെ സംബന്ധിക്കുന്നു എന്ന്. ജാതികളുടെ ഈ വഴിയെ പഠിക്കരുതെന്നാണ് യിരെമ്യാവ് പറഞ്ഞിരിക്കുന്നത്. യഹൂദ ജനത്തെയും ജാതികളെയും വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് യേശു ക്രിസ്തു ജനിച്ചത്. ലൂക്കോസ് 2:30 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ എന്റെ കണ്ണ് കണ്ടുവല്ലോ. സകല മാനവജാതിയുടെയും രക്ഷകനായിട്ടാണ് യേശു ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചത്. ജാതികളുടെ അപ്പോസ്തലനായി തെരഞ്ഞെടുക്കപ്പെട്ട പൗലോസ് പറയുന്നത് റോമർ 3:29 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അല്ല, ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ, ജാതികളുടെയും ദൈവമല്ലയോ? അതെ, ജാതികളുടെയും ദൈവമാകുന്നു. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴിലാകുന്നു എന്ന് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. റോമർ 3:23 വായിക്കുന്നത്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. യഹൂദന്മാരാകട്ടെ ജാതികളാകട്ടെ ആരെല്ലാം യേശു കർത്താവിനെ വിശ്വസിക്കുന്നുവോ അവരെല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കളെ അത്രേ സന്തതി എന്നെണ്ണുന്നു. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വരുന്നവരെയാണ് സഭ എന്ന് പറയുന്നത്. അപ്പോസ്തല പ്രവർത്തികൾ 2:47 പറഞ്ഞിരിക്കുന്നു, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, ഇപ്പോഴും ആ പ്രവൃത്തി തീർന്നു പോയിട്ടില്ല. യേശുവിനെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ഈ സഭയുടെ അംഗമായി തീരും. എഫേസ്യർ 2:8 പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സഭ ഒരു പ്രത്യേക കൂട്ടമാണ്. അവർ ജാതികളോട് ഇടകലരുവാൻ പാടില്ല. ഒരിക്കലും ജാതികളുടെ വഴി പഠിക്കുകയും അരുത്. വിശുദ്ധ സഭയെ ചേർക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുന്നത്. പ്രിയമുള്ളവരെ, ജാതികളുടെ വഴി ഉപേക്ഷിക്കാം. യേശു കർത്താവിൽ വിശ്വസിച്ച് സഭയുടെ അംഗങ്ങളാകാം. വിശുദ്ധ സഭയെ കൂട്ടിക്കൊണ്ടുപോകുവാൻ യേശു കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ജാതികളുടെ സ്വഭാവം അടിയങ്ങളിൽ നിന്ന് നീക്കി യേശു കർത്താവിൽ വിശ്വസിച്ച് വിശുദ്ധിയോടെ ജീവിച്ച് സ്വർഗരാജ്യത്തിലെത്തുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി. മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്ക നിന്നാത്മാവിനാൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി.
അന്ത്യശ്വാസം വരെയും